മെട്രോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ചില തത്വങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഫ്ലിക്റ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് പല കോൺഫ്ലിക്റ്റുകൾ വരും, നമ്മൾ ശ്രദ്ധിക്കുക. ഇത് കോൺഫ്ലിക്റ്റുമായിട്ട് ചേർന്നുള്ള ചില കാര്യങ്ങളായതുകൊണ്ട് ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കുറവുകളുണ്ടെങ്കിലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അക്സെപ്റ്റ് ഒന്നനത്, അന്യോന്യം അക്സെപ്റ്റ് ചെയ്യുക, കൈക്കൊള്ളുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്ന ഒരേ ഒരു പോയിൻ്റ് അണ്ടർസ്റ്റാൻഡ് ഒന്നനത്, അന്യോന്യം മനസ്സിലാക്കുക. അന്യോന്യം മനസ്സിലാക്കുക, ഭാര്യയും ഭർത്താവും അന്യോന്യം മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒക്കെയുള്ള കാര്യങ്ങളാണ്. ഒരു വാക്യം ഞാൻ വായിക്കാം. 1 പത്രോസ് 3:7. 1 പത്രോസ് 3:7. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരോട് വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രം എന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടാവകാശികളും എന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. ആ വാക്യം ഒന്നും കൂടെ ഞാൻ വായിക്കാം, ശ്രദ്ധയോട് കേൾക്കുക. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരോട് വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടാവകാശികളും എന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പി. ഒരുപാട് മീനിങ് അതിനകത്തുണ്ട്. ഇംഗ്ലീഷിലെ ഈ ഹസ്ബൻഡ്സ് ഡ്വെൽ വിത്ത് ദം അക്കോർഡിംഗ് ടു നോളജ്, ഗിവിംഗ് ഹോണർ ടു യുവർ വൈഫ് and as they are weaker vessel, and as being heirs together of the grace of life, that your prayers be not hindered. ഇവിടെ ഒരുപാട് മീനിങ് ഉണ്ട്. ഒന്ന്, ഭർത്താക്കന്മാരുടെ ഒരു അഡ്വൈസാണ്. രണ്ടാമത്, പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. അതിനുവേണ്ടി വിവേകത്തോട് അവരോട് ചേർന്ന് വസിക്കണം. അവർ ബലഹീന പാത്രമാണ്, അവർ ജീവൻ്റെ കൂട്ടാവകാശികളാണ്, അതുകൊണ്ട് അവർക്ക് ബഹുമാനവും കൊടുക്കണം. ഇതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് കാണിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തരാണ്. നമ്മൾ ഭർത്താക്കന്മാർ ഭാര്യമാരോട് വസിക്കുമ്പോൾ അവരെ അല്ലെങ്കിൽ അവളെ മനസ്സിലാക്കണം, ശരിക്കും മനസ്സിലാക്കണം. ശാരീരികമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് പുരുഷനും സ്ത്രീക്കും. ഇവിടെ പറയുന്നുണ്ട് ബലഹീന പാത്രം എന്ന് പറയുന്നത് പുരുഷന് മസിൽ പവറുണ്ട്, അധ്വാനിക്കാനുള്ള കഴിവുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ടെൻഡർ ഹാർട്ടറാണ്. അവരെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് പറ്റും. അത് അവരുടെ റോൾ അനുസരിച്ചാണ് അവരുടെ ശരീരശൈലി ദൈവം കൊടുത്തിരിക്കുന്നത്. അവരുടെ റോള് എന്താണെന്ന് മനസ്സിലാക്കിയാണ് അവരുടെ ശരീരശൈലി കൊടുത്തത്. എന്നാൽ ചില സ്ത്രീകൾ മസിൽ പവർ ഉള്ളവരും അതുപോലെ ജിംനാസ്റ്റിക് ആയിട്ടുള്ളവരും ഒക്കെ സ്പെഷ്യലായിട്ടുണ്ട്. അത് ഉദ്ദേശിച്ചല്ല ഇവിടെ പറയുന്നത്, നോർമലായിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ മാനസികമായിട്ടും അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. മാനസികമായിട്ട് സ്ത്രീകൾ ഭയങ്കര ടെൻഡറാണ്, ഒത്തിരി ടെൻഡറാണ്. അതുപോലെ സൈക്കോളജിക്കൽ ഡിഫറൻസും ഉണ്ട്. ഇമോഷണലി, വൈകാരികമായിട്ട് വളരെ ഹൈ ആണ്. പുരുഷന്മാർ പലപ്പോഴും യുക്തിസഹജമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു രാത്രിയിൽ ഒരു ഫോൺ വന്നു എന്നിരിക്കട്ടെ, അത് അറ്റൻഡ് ചെയ്യുന്ന 2 വിധം, ഭർത്താവും ഭാര്യയും അറ്റൻഡ് ചെയ്യുന്ന 2 വിധം ഞാനിവിടെ നിന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഭാര്യയുടെ ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഭാര്യയുടെ പിതാവ് ആക്സിഡൻറ്റിൽ അല്പം സീരിയസ് ആയി ആശുപത്രിയിലാണ്. ഇതാണ് കാര്യം. അത് ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോൺ എടുക്കുന്ന ഭാര്യയാണെങ്കിൽ ഭാര്യയോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നിൻ്റെ പിതാവിന് ഒരു ആക്സിഡൻ്റായി, രാത്രിയിലാണ് ഫോൺ വരുന്നത്, ആക്സിഡൻ്റായി, സീരിയസ് ആണ്, കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്ന് പറയുമ്പോൾ ഭാര്യ ഫോണും കളഞ്ഞ് അയ്യോ പൊത്തോ എന്നും പറഞ്ഞ് ഇങ്ങനെ നെഞ്ചത്തും അടിച്ച് നിലവിളിച്ച് കരഞ്ഞ് ബഹളമുണ്ടാക്കുന്ന കാരണം അവരുടെ നേച്ചർ ആ രീതിയിലാണ്. പിന്നെ എന്താ പറഞ്ഞതെന്ന് അവർ പറയാനായിട്ട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് അതുപോലും കേൾക്കത്തില്ല. കേൾക്കാതെ ബോധക്കേട് വന്ന് താഴെ വീഴുന്ന ഒരു അനുഭവമാണ്
സാധാരണ സ്ത്രീകൾ ഭാര്യമാർ ഇമോഷണലാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കേൾക്കുന്ന നമ്മൾ 1-2 വേർഡേ നമ്മൾ കേൾക്കുള്ളൂ. അയ്യോ അപ്പച്ചനാണോ, എന്തോ പറ്റി, ഇത്രയും കേട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് വീഴുകയാണ് ചെയ്യുക. എന്നാൽ ഭർത്താവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അത് കേട്ട് കഴിയുമ്പോൾ ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോയിരിക്കുന്നത്, ബ്ലഡ് വേണം, ഏത് ബ്ലഡാണെന്ന് അറിയാമോ, ആ കാര്യങ്ങൾ, പൈസ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ, ക്യാഷ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ ക്യാഷ് ഞാൻ സംഘടിപ്പിക്കാൻ എൻ്റെ ഒരു ATM കാർഡുണ്ട്, ഇത് കണ്ട് പിടിച്ച് ഇത് സാവധാനത്തിൽ ആ സമയത്ത് ഭാര്യയോട് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ ചെയ്ത് ഇമോഷണലാകാതെ കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ അവിടെ വലിയൊരു പ്രയാസം വരികയല്ലേ. ഭവനത്തിൽ തന്നെ വലിയൊരു പ്രയാസമാണ്. അതുകൊണ്ട് നേച്ചർ അവളോട് പറയുക, സാരമില്ല നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെയുള്ള ഒരു രീതി. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഭാര്യമാരെ മനസ്സിലാക്കണം, സ്ത്രീജനം ബലഹീന പാത്രമാണ്. അതുകൊണ്ട് ഓരോ തലത്തിൽ വർക്ക് ചെയ്യുന്നവർ ഓരോ രീതിയിലാണ് പല സാഹചര്യങ്ങളിൽ റിയാക്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഭാര്യമാരെ കുറിച്ച് പറയാം, അവർ ഒരുപാട് സംസാരിക്കണം അവർക്ക്. കാരണം പ്രത്യേകിച്ചും ഓഫീസിലൊക്കെ പോകുന്നവർക്ക് അന്നേ കുറേ സംസാരം അവിടെ തീരും ഭാര്യമാർക്ക്. ഇല്ലെങ്കിൽ രാവിലെ ഭർത്താവ് ഓഫീസിൽ പോയി, പിള്ളേരെല്ലാം സ്കൂളിൽ പോയി, ഇവർക്ക് ഇങ്ങനെ ഏകദേശം 40,000 വേർഡ്സ് ഒരു ദിവസം ഒരു ഭാര്യ സംസാരിച്ചില്ലെങ്കിൽ അത് സപ്രസ് ചെയ്തിരിക്കുക എന്നാണ് അവരെക്കുറിച്ചുള്ള സ്റ്റഡീസിൽ പറയുന്നത്, സ്ത്രീകളെക്കുറിച്ചുള്ള സ്റ്റഡീസിൽ പറയുന്നത് ഏകദേശം ഒരു 40,000 വാക്കെങ്കിലും അവർക്ക് ഒരു ദിവസം സംസാരിക്കണം. അവരിങ്ങനെ സംസാരിക്കാൻ വിതുമ്പി നിൽക്കുമ്പോൾ നിങ്ങൾ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പം ഭയങ്കര ക്ഷീണമാണ്, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അവളോട് വരുമ്പോൾ പല കാര്യങ്ങൾ പറയാൻ വേണ്ടി 1, 2, 3, 4, 5 ഒക്കെ ഇങ്ങനെ വെച്ച് പിള്ളേരുടെ കാര്യങ്ങളായാലും പലതും പറയാൻ വേണ്ടി ഇരിക്കുമ്പോഴേ അത് കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ അത് പ്രയാസമുണ്ടാകും. അത് വേറൊരു വിഷയം. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, അവരെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. ഇത് ഈ അണ്ടർസ്റ്റാൻഡിങ് ഹസ്ബൻഡ് ഒരിക്കലും സഫർ ചെയ്യാറില്ല എന്ന് പലപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞ നമ്മൾ സ്ത്രീകളെക്കുറിച്ച് മനസ്സിലാക്കണം. ഭർത്താക്കന്മാരെപ്പോഴും ഒരു ബോക്സ് ഫയൽ പോലെ ചില കാര്യങ്ങൾ സെപ്പറേറ്റ് ഇങ്ങനെ ചില ബോക്സസിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അവരൊരു കണ്ണി പോലെ ഇങ്ങനെ അത് ഓരോ ഇൻസിഡൻസ് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകും. ഒരു എക്സാമ്പിൾ പറയാം. രാവിലെ ഭർത്താവിന് ദോശ ഉണ്ടാക്കിയപ്പോൾ അത് കരിഞ്ഞുപോയി, അല്പം കരിഞ്ഞുപോയി. സാധാരണ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കരിയുന്നൊന്നുമല്ല, അന്നൊന്ന് ഇച്ചിരി എന്തോ കരിഞ്ഞുപോയി, എന്തോ അശ്രദ്ധ കൊണ്ടോ എന്തോ കരിഞ്ഞുപോയെങ്കിലും 3-4 എണ്ണം അദ്ദേഹം കഴിച്ച് അദ്ദേഹം ഓഫീസിലോട്ട് പോയി ദോശയുടെ കാര്യമൊക്കെ മറന്നു. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തോ കഴിച്ചെന്ന് ചോദിച്ചാൽ പോലും ചിലപ്പോൾ അദ്ദേഹം പറയും പുട്ട് കഴിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചെന്നൊക്കെ പറയും. കാരണം അദ്ദേഹം അതൊക്കെ അന്നല്ല ഭർത്താവ് ആ സമയത്ത് ഭാര്യയോട് പറയാണ്, നീ ഈ ദോശ ഉണ്ടാക്കി കഴിച്ചു. അത് മാത്രമല്ല ചില സമയങ്ങളിൽ റിറ്റാലിറ്റി ചെയ്യും, നിന്നൊക്കെ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, നീ ഉണ്ടാക്കുന്ന എപ്പോഴും ഇങ്ങനെ കരിഞ്ഞാണ്. അദ്ദേഹം പറയുന്നത് ഒരിക്കൽ കുഴപ്പമുണ്ടായിട്ട് ആയുസ് നന്നായിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്ന ഭാര്യയ്ക്ക് അത് ഹർട്ട് ചെയ്തു. ഒരിക്കൽ കരിഞ്ഞു പോയിട്ട് ഇദ്ദേഹം ആയുസ്സിലെ എപ്പോഴും കരിച്ചായി കൊടുക്കുന്നതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം തൊട്ട് രാവിലെ തൊട്ട് ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ പറയുകയും ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ദോശ നല്ലതാ എന്ന് പറഞ്ഞു, അതും പറഞ്ഞു. അന്നേരം വീണ്ടും ഇത് ഭാര്യ കണക്ട് ചെയ്യുക, ഞാൻ ഉണ്ടാക്കിയത് കരിഞ്ഞു, അത് മാത്രമല്ല അമ്മായിയമ്മയുടെ ദോശ നല്ലതാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ഇത് രാവിലെ തൊട്ട് പിന്നെ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈ ദോശയുടെ കാര്യം ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഭർത്താവ് ഓഫീസിൽ പോയി, അവിടെയൊക്കെ ചെന്നു, ജോലിയൊക്കെ കഴിഞ്ഞു, വൈകിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഭാര്യയോട് പറയുക, ഭാര്യ എപ്പോഴും ഇങ്ങനെ അത് ലിങ്ക് ചെയ്താൽ ദോശയുടെ കാര്യം ഇങ്ങനെ മനസ്സിൽ ഒരു വട്ടം മുഖമായിട്ടാണ് വരുന്നത് ഇരിക്കുന്നത് ഭാര്യ. ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്ന് വലിയ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഓടിക്കൊണ്ട് വന്ന് അവിടെ വന്നപ്പോൾ
ഓഫീസിൽ അന്നൊരു ഫങ്ഷനൊക്കെ നടന്നു, ഒരു സെലിബ്രേഷൻ. കാരണം ഒരാളുടെ മോളുടെ കല്യാണം അനേകം നാളുകളായിട്ട് നടക്കാതിരിക്കുകയായിരുന്നു. ഇപ്പം മോള് കല്യാണത്തിന് എഗ്രി ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് മോൾ എഗ്രി ചെയ്തു എന്ന് പറഞ്ഞ് സന്തോഷമായപ്പം അവർ പറഞ്ഞ് ഇന്ന് നമ്മൾ ചെലവ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് ഈ മനുഷ്യനെ പൊക്കിയെടുത്തുകൊണ്ട് അവിടെ ഒരു ആര്യാസിൽ പോയി അവിടെ പോയി എല്ലാവരും അന്ന് ദോശ കഴിച്ചു. അന്നേരം അവിടെ ദോശ കഴിച്ചു. ഇത് സന്തോഷത്തിൽ പറയാണ്, ഞങ്ങൾ ഇങ്ങനെ കല്യാണം നടക്കാതിരുന്നൊരു കല്യാണമാണ്, അത് നടക്കാൻ ഉറച്ചു, അവൾ സമ്മതിച്ചു, അതുകൊണ്ട് ഞങ്ങൾ അയാളെ പൊക്കിയെടുത്തുകൊണ്ട് ആര്യാസിൽ കൊണ്ടുപോയി ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഒരു ദോശ കഴിച്ചു. അത് ബ്രാഹ്മിൻ ദോശ, നല്ല ദോശയാണ് എന്നും പറഞ്ഞു. അപ്പോഴത്തേക്ക് ആദ്യം അവളുണ്ടാക്കിയ ദോശ, രണ്ടാമത് അമ്മായിയമ്മയുടെ ദോശ, മൂന്നാമത് ബ്രാഹ്മിൻ്റെ ദോശ. ഇത് കണക്ട് ചെയ്തു. ഇത് ഇങ്ങനെ മനസ്സിൽ വെച്ചിരിക്കുക. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അവർ ചിന്തിക്കും. അത് മാത്രവുമല്ല, അത് അവർ മറക്കത്തുമില്ല, പലതും ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഒരു കാര്യം കേട്ട് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറന്നു പോകും. ഇവർ അതിങ്ങനെ ലൈഫ് ലോങ്ങിൽ അതിങ്ങനെ കീപ്പ് ചെയ്യും. ചില കാര്യങ്ങളൊക്കെ സ്ത്രീകളോട് ചോദിച്ചാൽ അവർ പറയും, ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങൾ, അവർക്ക് ഇറിറ്റേറ്റ് ചെയ്ത കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ സ്ത്രീകൾ പറയുന്നതേക്കാം. അതുകൊണ്ട് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ മനസ്സിലാക്കാനായിട്ട് പഠിക്കണം. കാരണം ഈ ഇങ്ങനെ വരുന്ന ഇഷ്യൂസ് സെറ്റിൽ ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്യും, അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്യും, അവരെ ക്രിട്ടിസൈസ് ചെയ്യുകയൊക്കെ ചെയ്യാതിരിക്കുക എന്നുള്ള. ഇപ്പം ദോശ കരിഞ്ഞു പോയി, അത് എപ്പോഴും നീ നല്ലതുണ്ടാക്കി തരുന്ന ഇന്നൽപ്പം കരിഞ്ഞു എന്നുള്ള അതിനെക്കുറിച്ച് നെഗറ്റീവ് കമൻറ്റ് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും കരിഞ്ഞു പോയി, അതറിയാം. അവളെന്ത് നല്ലതല്ലേ ഉണ്ടാക്കി തരുന്നത്, ഇന്ന് കരിയത്തൊന്നുമില്ല സാറിന്, ഇന്ന് എന്തോ കാരണം കൊണ്ട് കരിഞ്ഞു പോയതുകൊണ്ട് നെഗറ്റീവ് കമൻ്റ് ഒന്നും പറയാതെ അത് കഴിച്ചെന്ന് എൻകറേജ് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ പല ഭർത്താക്കന്മാരും ഭാര്യമാർ പറയുന്നത് ഒന്നും തന്നെ കേൾക്കാതെ അങ്ങനെ സൈഡ് ലൈൻ ചെയ്യുന്നൊരനുഭവമുണ്ട്. സോ വാട്ട് ഈസ് യർ സ്ട്രെങ്ത്, വാട്ട് ഈസ് യർ വീക്ക്നെസ്, വാട്ട് ഈസ് യർ ഡ്രീം, ഇതൊക്കെ മനസ്സിലാക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെട്ട അവരുടെ ജീവിതത്തിലൊരു ഇൻസിഡൻറ്റ്, ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അതായത് അവരെ ഏറ്റവും ഹർട്ട് ചെയ്ത, അവരെ ആരായാലും ഹസ്ബൻഡ് ഓർ വൈഫ് ഹർട്ട് ചെയ്തൊരു ഇൻസിഡൻറ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ അവരുടെ ഡേറ്റ് ഇപ്പം ചിലപ്പോൾ ചോദിക്കുന്ന കേട്ടില്ലേ, നമ്മൾ ഈ ടി വിയിലൊക്കെ ചോദിക്കുന്ന കേട്ടിട്ടില്ലേ, ഞാൻ കല്യാണത്തിന് നിന്നെ കാണാൻ വന്ന സമയത്ത് ഞാൻ ഉടുത്തിരുന്ന സാരി ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അയാളത് ഓർക്കുന്നുണ്ടോ പോലുമില്ല. അല്ലെങ്കിൽ കല്യാണ ഉറപ്പിന് ഞാൻ ഉപയോഗിച്ച സാരി ഏതാണെന്ന് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സില്ലിയായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അതൊക്കെയാണ് അവളെ സംബന്ധിച്ചിടത്തോളം, ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ഇത് ഓർത്തിരിക്കും. അവരുടെ സ്ട്രെങ്ത്, അവരുടെ വീക്ക്നെസ്, അവരുടെ ഡ്രീം, ഇതൊക്കെ മനസ്സിലാക്കണം. മനസ്സിലാക്കിയില്ലെങ്കിൽ അതൊക്കെ വിഷമത്തിലേക്ക് തിരിയും. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു ഭവനം ഉണ്ടാക്കുന്ന അവിടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമല്ല ഡ്രീം, അവർക്ക് എപ്പോഴും നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നതാണ് അവരുടെ ഡ്രീം. എന്നിട്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പുരുഷന്മാർ വിചാരിക്കും ഇതൊക്കെ ഒരു പ്രധാനമില്ലാത്ത കാര്യമായിരിക്കും, ഭർത്താക്കന്മാർ അതൊക്കെ കേൾക്കണം. പണ്ട് മലയാള മനോരമയിലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, തെറാപ്പി എന്ന് പറയുന്നത്. അന്നേരം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷനൊന്നും പലതും കണ്ടുപിടിക്കേണ്ട, ഭാര്യമാർ പറയുന്നത് അതെല്ലാം ഒരു ഒബ്സർവറായിട്ട് യെസ് എന്ന് എന്ന് പറഞ്ഞത് ലിസൺ ചെയ്യുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞു 40,000 വാക്കുകൾ അവർക്ക് പറയാനായിട്ട് മുട്ടിയിരിക്കുന്നതാണ്. അതിൽ ഇത് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം അതിങ്ങനെ കേൾക്കുക എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. അതാണ് തെറാപ്പി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു സ്ത്രീ ഏറ്റവും മനപ്രയാസപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? എൻ്റെ കാര്യത്തിൽ ഭർത്താവിനൊരു ശ്രദ്ധയുമില്ല എന്നുള്ള കാര്യത്തിലാണ്. എൻ്റെ കാര്യത്തിൽ ഭർത്താവ് ഇൻഡിഫറൻ്റാണ്. അത് അങ്ങനെ ഒരു ചിന്ത വന്നാൽ അവൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് സിമ്പതറ്റിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യുക, കൺസേണോടുകൂടി
സംസാരിക്കുക, അത് ഭാര്യ മനസ്സിലാക്കിയാൽ ഹാപ്പിയായി. ഭാര്യ ഒരു നല്ലൊരു സാരി ഉടുത്ത് ഇറങ്ങി വരുമ്പോൾ ഭാര്യയോടൊരു നല്ലൊരു അപ്രീസിയേഷൻ അത് പറയേണ്ട ആവശ്യമുണ്ട്. അത് പറയാനായിട്ട് നിങ്ങൾ മറന്നുപോയി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കെയർ ചെയ്തില്ല, മനപ്രയാസപ്പെടുക എന്നൊക്കെയുള്ള സമയത്ത് എന്താ സംഭവിക്കുന്നത്? ചിലപ്പം വിൽഫുള്ളായിട്ട് ചില ആളുകൾ, ഓഫീസിലുള്ള ചില ആളുകളൊക്കെ ഉണ്ട്, നമുക്കറിയാമല്ലോ, ഇപ്പം ഇത്തിരി പ്രാക്ടീസസും വേണ്ടാത്ത പ്രാക്ടീസൊക്കെ വന്നിട്ട് ഓഫീസിൽ ഒരിക്കലും ഇല്ലാത്ത സുരേന്ദ്രനോ ജനാർദ്ദനോ ഹൂവർ മേ ബി പറഞ്ഞു, ഇന്ന് മാഡം നല്ല സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നതെന്ന്, മാഡം എന്ത് നല്ലതായിട്ട് ഇരിക്കുന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാഡം ഉടങ്ങ് കുറച്ചും കൂടി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതൊരു ഇഷ്യൂ ആണ്. അത് നമ്മൾ ആ ഇഷ്യൂസിനകത്ത് കൂടുതൽ കൺസേൺ ആയിട്ട് നമ്മൾ പറയും. ഭർത്താക്കന്മാർക്ക് അവരുടെ പ്രൊഫഷനായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഉപരിയായിട്ട് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ജോലി സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഒക്കെ ആയിട്ട് വരുന്ന ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരെയും ഭാര്യ കെയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതും ഭാര്യമാർ മനസ്സിലാക്കണം. ഭർത്താക്കന്മാർക്ക് ഒരുപാട് ഓഫീസിലുള്ള ഇഷ്യൂസും ഒക്കെ ഉണ്ട്. അതിനേക്കാളും വലിയ ഇഷ്യൂസ് ആയിരിക്കും ചിലപ്പം ഭാര്യമാർക്ക് ഓഫീസിൽ നിന്നുള്ളത്. അത് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. ഇത് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടുപേരും അന്യോന്യം മനസ്സിലാക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഭർത്താവ് ചില സമയങ്ങളിൽ ഭർത്താവായിരിക്കും നേരത്തെ വരുന്ന, ഭാര്യ ചിലപ്പോൾ 9 മണി കഴിയും വരാൻ. ഇപ്പം പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ ഗ്രൂപ്പ് ലീഡറും ഒക്കെ ആണെങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. അവിടെ ടാർഗറ്റ്സും അതുപോലെ അവിടെ അസൈൻമെൻറ്റ്സും അത്ര ഡിഫിക്കൽട്ടാണ്. അത് ഭർത്താക്കന്മാർ മനസ്സിലാക്കണം. മനസ്സിലാക്കി അവരെ എൻകറേജ് ചെയ്യണം. ചിലപ്പം കുഞ്ഞുങ്ങളെ ചിലപ്പോൾ നേരത്തെ വിളിച്ചുകൊണ്ട് വരേണ്ട ഉത്തരവാദിത്വമുണ്ട്. ചില സമയങ്ങളിൽ വീട്ടിലെ കാര്യങ്ങൾ റെഡിയാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഇത് മനസ്സിലാക്കണം. ഭാര്യമാർ അതുപോലെ എപ്പോഴും ഭവനത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും എപ്പോഴും അവരുടെ മൈൻഡ് സെറ്റും ആങ്ഷ്യസുമാണ്. അതുകൊണ്ട് അവർ എപ്പോഴും ഭവനത്തിലെ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ച് ചില സമയങ്ങളിൽ അവർ വറീഡ് ആവാറുണ്ട്. എന്നാൽ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭവനത്തെക്കാളും കൂടുതലായിട്ട് ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അതുകൊണ്ട് നോർമലി എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ അന്യോന്യം ഡിസ്കസ് ചെയ്യുകയും എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അന്യോന്യം ക്ഷമ പറയുകയും അന്യോന്യം രണ്ടുപേരുടെയും താല്പര്യങ്ങളെ എൻക്വയറി ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമാണ്. ഭാര്യയും ചെയ്യണം, ഭർത്താവും ചെയ്യണം. ഇതാണ് അണ്ടർസ്റ്റാൻഡിങ്. രണ്ടുപേരും ഒരുമിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ രണ്ടുപേരും അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് എവിടെയെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അത് അകൽച്ചയ്ക്ക് കാരണമായി തീരും. കാരണം പ്രത്യേകിച്ച് ഇപ്പം വർക്കിംഗ് അറ്റ്മോസ്ഫിയറിലാണല്ലോ, വർക്കിംഗ് ഹസ്ബൻഡ്സ് ആൻഡ് വർക്കിംഗ് വൈഫ്സ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ രണ്ടുപേർക്കും ഇൻട്രാക്ഷൻസ് ഉണ്ട്, ഒരുപാട് പുറത്തുണ്ട്. കാരണം കരിയർ ആയിട്ട് ചിന്തിച്ചുള്ള കാര്യങ്ങൾ ഉണ്ട്. അത് നമ്മൾ ഇനിയും അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാൻ, ഞാനിത് എൻ്റെ സമയം ഇവിടെ തീർന്നുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ്. ആ അണ്ടർസ്റ്റാൻഡിങ് തന്നെ തീർന്നിട്ടില്ല, ഇനിയും അത് കണ്ടിന്യൂസ് ആയിട്ട് പറയാനായിട്ടുണ്ട്. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നമുക്ക് പ്രയോജനമായി എന്ന് ചിന്തിക്കുന്നു. ഏതെങ്കിലും രീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും കെയറിങ്ങും ഇല്ലെങ്കിൽ അത് ഒരുപാട് നെഗറ്റീവ് ഹിൻഡ്രൻസ് വരും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ അന്യോന്യം മനസ്സിലാക്കുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ. ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്ത് ക്ഷമ പറയുകയും നിരപ്പ് പ്രാപിക്കുകയും ചെയ്യുവാനായിട്ട് കർത്താവെ കൃപയൊരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൂടുതലായിട്ട് കുടുംബജീവിതങ്ങളിലുള്ള പ്രയാസങ്ങളെ, കുടുംബജീവിതങ്ങളിലുള്ള കർത്താവെ വിഘടന ശക്തികളെ ഞങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബൈൻഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പാനും അന്യോന്യം കാര്യങ്ങളെ മനസ്സിലാക്കാനും കർത്താവെ ഈ ദിവസങ്ങൾ കൃപയൊരുക്കണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇത് അയച്ചു കൊടുക്കണം. പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.